സമൂഹ മാധ്യമങ്ങളിലൂടെ ശബരിമല അയ്യപ്പനെ അധിക്ഷേപിച്ച സംഭവത്തിൽ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരായ കേസ് നിർത്തിവെച്ച് പത്തനംതിട്ട പോലീസ്. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നില്ല, മെറ്റയിൽ നിന്ന് ലഭ്യമാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിന്റെ തുടർ നടപടി നിർത്തിവെക്കുന്നത്. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, മെറ്റയിൽ നിന്ന് എന്തുകൊണ്ട് വിവരങ്ങൾ ലഭിക്കുന്നില്ല? അങ്ങനെയെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്? എന്തിനാണ് നിർത്തിവെക്കുന്നത്? എന്ത് പോലീസ് പറയുന്നു? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2018 ശബരിമല യുവതീ പ്രവേശന സമയത്ത് രഹന ഫാത്തിമ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ഇതിന്റെ തെളിവുകൾ പോലീസിന്റെ കൈവശമുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ കൂടെ വ്യാപകമായി പ്രചരിക്കപ്പെട്ട കറുത്ത വേഷമണിഞ്ഞ ചിത്രം ഇപ്പോൾ മെറ്റയിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇതിന്റെ തുടർ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത്. 2018 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് കറുത്ത വേഷമണിഞ്ഞ ചിത്രം ഫേസ്ബുക്കിൽ രഹന ഫാത്തിമ പങ്കുവെച്ചത്. ഇത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു. ശബരിമല അയ്യപ്പസ്വാമിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് ഈ ചിത്രം എന്നും മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് രഹന ഫാത്തിമ ഈ ചിത്രം പങ്കുവച്ചത് എന്നും പറഞ്ഞുകൊണ്ടാണ് BJP നേതാവായ രാധാകൃഷ്ണ മേനോൻ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയിലുള്ള തുടർ നടപടികളാണ് ഇപ്പോൾ പോലീസ് നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം പൂർണ്ണമായിട്ടും ഇതിന്റെ തുടർ നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കുന്ന സമീപനമാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. 2018 ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഫേസ്ബുക്കിന്റെ ഉടമസ്ഥ കമ്പനിയായ മെറ്റയിൽ നിന്നും തന്നെ നേരിട്ട് ലഭിച്ചാൽ മാത്രമേ പോലീസിന് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട്. നിലവിൽ ഈ ചിത്രം വ്യാപകമായി പ്രചരിക്കപ്പെട്ടതും ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ പോലീസിന്റെ കൈവശമുള്ളതുമാണ്. എങ്കിൽ പോലും ഇതിന്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ 2018 ചിത്രം ഫേസ്ബുക്കിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിന്റെ ഉടമസ്ഥ കമ്പനിയിൽ നിന്ന് തന്നെ പോലീസിന് നേരിട്ട് ലഭിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യം പരാതിക്കാരനായ BJP നേതാവ് രാധാകൃഷ്ണ മേനോനെയും മജിസ്ട്രേറ്റ് കോടതിയെയും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇതിന്റെ തുടർ നടപടികൾ നിർത്തിവെക്കുക ആണ് എന്ന് തന്നെയാണ് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയെ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇനി ഫേസ്ബുക്കിൽ നിന്നും മെറ്റയിൽ നിന്നും നേരിട്ട് ഇതിന്റെ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകൂ എന്ന് പറയുമ്പോൾ ഈ കേസ് പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഷ്യം. രഹന ഫാത്തിമയെ സംരക്ഷിക്കുന്ന ഈ ചിത്രം വ്യാപകമായി പ്രചരിക്കപ്പെട്ട ചിത്രം സംബന്ധിച്ചുള്ള തെളിവുകൾ പോലീസിന്റെ കൈവശമുണ്ട് എന്നിരിക്കെ രഹന ഫാത്തിമയെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു എന്നുള്ളതിൽ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളും നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും അത് സംരക്ഷിക്കുന്നതായി തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഇത് മെറ്റയിൽ നിന്നൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞൊരു കേസ് നടപടി അവസാനിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ നടപടിക്രമം എന്നുള്ള കാര്യം വ്യക്തമല്ലേ?